ഫ്രാൻസിസ് പാപ്പായെയും സന്യാസിനിമാരെയും കുറിച്ച് അപകീർത്തിപരമായ പ്രസ്താവന നടത്തിയ ഗുജറാത്ത് സ്വദേശിയായ VHP നേതാവെന്ന് സംശയിക്കുന്ന ആൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ച് പോലീസ്. പ്രതിയുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷം മാർച്ച് 3 നടന്ന സംഭവത്തിൽ 1 വർഷത്തിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസ് ശരിയായ ദിശയിലേക്കാണ് എന്ന് പറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സെഡ്രിക് പ്രകാശ് ഈ സംഭവം 20 മാസങ്ങൾക്ക് മുൻപ് നടന്നതാണെന്ന വസ്തുതയും ചൂണ്ടിക്കാട്ടി. സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായെയും സന്യാസിനിമാരെയും വളരെ മോശമായ രീതിയിൽ ബന്ധപ്പെടുത്തിയാണ് VHP നേതാവെന്ന് സംശയിക്കുന്ന ഇയാൾ ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചത്. വിദ്വേഷ പ്രസംഗത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് റോസറിയിലെ അംഗമായ സിസ്റ്റർ മഞ്ജുള ടസ്കാനോ കഴിഞ്ഞ ഏപ്രിൽ 13 ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 100 സന്യാസിനിമാർ ഒപ്പിട്ട പരാതി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടസ്കാനോ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമപോരാട്ടത്തിനൊടുവിൽ പ്രതിക്കെതിരെ കേസെടുക്കാൻ ഗുജറാത്ത് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നും വൈകിയാണെങ്കിലും നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് തോമസ് ഇഗ്നേഷ്യസ് മഗ്വാൻ പറഞ്ഞു. ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട അടുത്ത നിമിഷം തന്നെ അയാൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് താൻ കത്തയച്ചിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു.